ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീട്ടിലെ പശുവിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ കാലമായി. പണ്ടുള്ള കുഞ്ഞിയും അതേപോലെ കല്യാണിക്കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ നിന്നുള്ളത്. അന്നേരം ദേവിക്ക് വന്നിട്ടുണ്ട്. ദേവിക്ക് ഒരു ഹായ് കൊടുത്തേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. എല്ലാവർക്കും സുഖമാണെന്ന് ചോദിച്ചേ. അന്നേരം നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം. അന്നേരം നമുക്ക് നമ്മുടെ ഇവിടുത്തെ പശുവിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പശുക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇത് നമ്മുടെ കുഞ്ഞിയായിരുന്നു. നമ്മുടെ പല വീഡിയോസിനകത്ത് ഇവളുണ്ടായിരുന്നു. ഈ പശു നമ്മുടെ ഒരു കുഞ്ഞ് കിടാവായിട്ട് ഇവിടെ വളർത്തി. ഇതിൻ്റെ അമ്മ പശുവിന് ഒരു പെട്ടെന്ന് നമ്മൾ കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ കൊടുത്ത് 3 മാസമായപ്പം കൊടുക്കേണ്ടി വന്ന് ഇവിടെ നിർത്തി വളർത്തി. നമ്മളിപ്പം കുത്തിവെപ്പിച്ച് ഒരു പ്രസവം കഴിഞ്ഞ് ഇപ്പം രണ്ടാമത് അതിനെ കുത്തിവെപ്പിച്ചിരിക്കുക. നമ്മൾ അന്നേരം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ സമയത്തൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് തിരക്ക് കാരണം ഇത് ചന നിറഞ്ഞ് 9 മാസം പൂർത്തീകരിച്ചപ്പോൾ കൊടുക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. അന്നേരം വിലക്കാരൊക്കെ വന്ന് 42,000 45,000 രൂപയൊക്കെയാണ് വില പറഞ്ഞത്. അന്നേരം നമുക്ക് തോന്നി ഇതിനെ കൊടുക്കണ്ടാണെന്ന്. അങ്ങനെ ഇത് പിറ്റേന്ന് അങ്ങ് പ്രസവിക്കുകയും ചെയ്ത് അങ്ങനെ എന്താണെങ്കിലും ഇവിടെ നിർത്തി. എന്നാലും നല്ല രീതിയിൽ നമുക്ക് പാല് കിട്ടി. നല്ല പ്യുവർ ബ്രീഡാണ് ജേഴ്സിയുടെ. നമുക്ക് രാവിലെ ഒരു 11 ലിറ്റർ പാലും ഉച്ചയ്ക്ക് ഒരു 8 ലിറ്റർ പാലും നമുക്ക് കിട്ടി. ഒരു ദിവസം 19 ലിറ്റർ പാല് കിട്ടി. കണ്ടാൽ പറയത്തില്ല, പശു ചെറിയ മിനി ജേഴ്സി ടൈപ്പാണ്. പക്ഷേ നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ളതിനാൽ നല്ല മിൽക്കിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം ചെറിയ തീറ്റിക്കും ചെറിയ ഒരു വീട്ടുകാർക്ക് നിർത്താൻ പറ്റുന്ന ഒരു പശുവായിരുന്നു. ഇനി നമ്മൾ ഇതിനെ കുത്തിവെപ്പിച്ച് ചന പിടിപ്പിച്ച് ഇവിടെ തന്നെ നിർത്താനാണ് നമ്മുടെ പ്ലാന്. നല്ല നല്ല ഇണക്കമുള്ള കിടാവാണ്. നമ്മൾ കുഞ്ഞുനാൾ മുതലേ വളർത്തുന്നതാണ്. നല്ല സ്നേഹമാണ്. ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതേപോലെ അതിൻ്റെ ഉണ്ട് കല്യാണിക്കുട്ടി. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. അന്നേരം ഇവളെ ഇപ്പം പ്രസവിച്ചിട്ട് 4 മാസം കഴിഞ്ഞ് ഇപ്പം അത് ഇളകിയപ്പം കുത്തിവെപ്പിച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് കുത്തിവെപ്പിച്ചേക്കുക. നല്ല ജേഴ്സി പശുക്കളുടെ ലക്ഷണമാണ് ഇങ്ങനെ തുറിച്ച കണ്ണുകൾ, കുഴിഞ്ഞ നെറ്റിത്തടം, അതേപോലെ തന്നെ കൊമ്പുള്ളതാണെങ്കിൽ ഇങ്ങനെ റൗണ്ട് ഫ്രണ്ടിലേക്ക് വളഞ്ഞു വരുന്ന കൊമ്പുകൾ, അതേപോലെ തന്നെ ഒരു ബ്രൗണ്, അതേപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് അതിന് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് ദേഹത്തിന് മാംസം പിടിക്കത്തില്ല ജേഴ്സികൾ. അതേപോലെ തന്നെ അതിൻ്റെ മുതുകൊക്കെ നല്ല പാര പോലെ കൂർത്തിരിക്കും. അതൊക്കെയാണ് ജേഴ്സി പശുക്കളുടെ ലക്ഷണങ്ങൾ. ഇത് നമ്മുടെ കല്യാണിക്കുട്ടി. ഇതൊരു ചെറിയ ഒരു കിടാവായിട്ട് ഇവിടെ ജനിച്ച് വളർന്നതാണ്. അന്നേരം അതിൻ്റെ അമ്മ പശുവിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ടായിരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു കൊമ്പൊക്കെ ചാടിയുള്ള പശു ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ കൊടുത്തു. അന്നേരം അതിൻ്റെ കുട്ടിയാണ്. അതിനെ എന്താണെങ്കിലും കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ച് നിർത്തി. ഇപ്പോൾ അതിനെ കുത്തിവെപ്പിച്ചിട്ടുണ്ട്. 4 മാസം ചനയാണ്. HF ആണ് കുത്തിവെച്ചിരിക്കുന്നത്. ഇത് HF ജേഴ്സി ക്രോസ് ആണ്. റെഡ് ആൻഡ് വൈറ്റിൽ അങ്ങനെ പശുക്കളെ കിട്ടാൻ പാടാണ്. റെഡ് ആൻഡ് വൈറ്റ് പശുക്കൾക്ക് ഇപ്പം ഡിമാൻഡ് കൂടുതലാണ്. ഇതും പ്രീമിയം ആയിട്ടുള്ള ഒരു കിടാവാണ്. നമ്മൾ ഇതിനെ വളർത്തി ഇതേ രീതിയിൽ വളർത്തി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വേനൽക്കാലത്ത് പശുക്കൾക്ക് തണുപ്പിന് പറ്റിയ സാധനമാണ് ചക്ക. പക്ഷെ ആൾക്കാരത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഒരു കാര്യവും കൂടെയാണ് ചക്ക. ചക്ക കൃത്യമായിട്ട് കൊടുക്കണം. മുള്ളി എത്തി ഉപ്പൊക്കെ ഇട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ പശുക്കൾക്ക് ദഹനക്കേടുണ്ടാകും. ദഹനക്കേടുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷേ ഈ വേനലിൽ പോച്ചയൊക്കെ കുറവുള്ള സമയത്ത് ചക്ക കൊടുത്തു കഴിഞ്ഞാൽ പാലുൽപാദനം ഉണ്ടാവുകയും ചെയ്യും. പശുവിൻ്റെ വിശപ്പ് മാറുകയും ചെയ്യും. വൈകിട്ടും കുറച്ച് ഒരു 1/2 കിലോ തീറ്റ കൂടെ അതിൻ്റെ കൂടെ ഒപ്പം കൊടുക്കും. വേണ്ട, 3 നേരമായിട്ടാണ് കൊടുക്കുന്നത്. ഇല്ലേ, ചൂടായതുകൊണ്ട് പശുക്കൾക്ക് ദഹനത്തിന് 3 നേരം കൊടുക്കുന്നതാ ഏറ്റവും ഉത്തമം. ശകലം ഉപ്പും ഇട്ട് കൊടുക്കും.
ചക്ക ആയതുകൊണ്ട്. വൈകുന്നേരം ഇത്രയും ആഹാരവും കൊടുത്ത് പിന്നെ അതിന് വേണ്ടത്ര പുല്ലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്നിനി തീറ്റയൊന്നുമില്ല. പിന്നെ ഇനി നാളെ രാവിലെ നമ്മൾ തീറ്റ കൊടുക്കത്തുള്ളൂ. രാവിലെ കൊടുത്തതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് കറവയ്ക്ക് ശേഷവും തീറ്റ നമ്മൾ നൽകും. ഇപ്പോൾ ഇതിന് രാവിലെ ഒരു 7 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു 5 ലിറ്റർ പാലും ഉണ്ട്. ചൂടായപ്പോൾ ഇപ്പോൾ 1 ലിറ്റർ പാല് കുറഞ്ഞ്. ഇവിടെ ഇരിക്കുവാന്ന് ഒരു ഹായ് പറഞ്ഞേ. 2 കൈ പൊക്കി ഹായ് പറഞ്ഞു. എവിടാ ഇരിക്കുന്നേ? എന്തിന്റെ പുറത്താ ഇരിക്കുന്നേ? തുണി കഴുകുന്നെടുത്താ? അമ്മച്ചി എന്തേ? ഉമ്മാമെ കണ്ട മക്കള്? എന്താ കണ്ട്? ഉമ്മാമെ കണ്ടു. ഉമ്മാമയുടെ പേരെന്തുവാ? കല്യാണി. മറ്റേ ഉമ്മാമയുടെ പേരെന്തുവാ? മറ്റേ ഉമ്മാമയുടെ പേരെന്താ? കല്യാണിക്കുട്ടിയാണ്. അവർക്ക് ഇപ്പം 4 മാസം ചനയായിട്ടുണ്ട്. ഇതുപോലെ നമ്മളിവിടെ നിർത്താനാണ്. എന്നാലും എത്രത്തോളം പാല് കപ്പാസിറ്റി ഒക്കെ കിട്ടുമെന്നൊന്നും നമുക്ക് ഇപ്പം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അകിടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. ഏറും തല്ലോ മറ്റ് ശല്യങ്ങളൊന്നുമില്ല. നല്ല വെള്ള പൂവാലാണ്. എന്നാലും നല്ല രീതിയിൽ കിട്ടട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പം കൊമ്പ് ഇച്ചിരി അമ്മ പശുവിൻ്റെ കൂട്ട് തന്നെ ഇച്ചിരി കൊമ്പ് കാര്യമായിട്ട് വളരുന്നുണ്ട്. കൊമ്പിന് ഇച്ചിരി ഉണ്ട്. പിന്നെ നെറ്റിക്ക് നല്ല ചുട്ടിയാണ്. ഇത് തീരെ പൊടിയായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടായിരുന്നു. നോക്കിയാൽ ഞാൻ വേണമെങ്കിൽ അത് ഇതിനിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കയറ്റി നോക്കാം. പറ്റുമെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. അതൊക്കെയായിരുന്നു ഇതിൻ്റെ ആദ്യ രൂപങ്ങൾ. ഇപ്പം കുറച്ച് തീറ്റി 2 കിലോ തീറ്റി രാവിലെ 2 കിലോ വൈകിട്ടും കൊടുക്കുന്നുണ്ട്. 4 കിലോ തീറ്റി കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള തീറ്റിയും പിന്നെ പറമ്പിലൊക്കെ ഇട്ട് മേയുന്നുണ്ട് പശുക്കൾ. ഇല്ലേ കല്യാണി കുട്ടി? അന്നേരം പണ്ട് കല്യാണി കുട്ടിയേന്ന് വിളിക്കുമ്പോൾ നോക്കുമായിരുന്നു. ഇപ്പോഴും നോക്കും കണ്ട. ഇത് നമ്മളെ നല്ല സ്നേഹമുള്ള കിടാവാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ 2 പശുക്കളേ ഉള്ളൂ. ഇപ്പം പാലിന് വില ഇല്ലാത്തതിനാൽ ആരും പശുവിനെ വളർത്താൻ അങ്ങോട്ട് മുതിരുന്നില്ല. ഇപ്പം പാലിന് വില കൂട്ടിയാൽ മാത്രമേ ഈ മേഖലയെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ തീറ്റ വില ക്രമാതീതമായിട്ട് കൂടുവാണ്. കഴിഞ്ഞ ദിവസവും 30 രൂപ ഒരു ചാക്കിൻ്റെ പുറത്ത് കേസിന് കൂടി. അന്നേരം എല്ലാവരും ഈ ബിസിനസ് നിർത്തുവാണ്. പിന്നെ ഇതിനോടുള്ള താല്പര്യം കൊണ്ടും വീട്ടിലെ ആവശ്യത്തിന് പാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോഴും ഓരോരുത്തരൊക്കെ പശുവിനെ വളർത്തുന്നത്. അന്നേരം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം. ഇനിയും തുടർന്നും ഇപ്പം തിരക്കുകളൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ വീഡിയോ പൂർവാധികം ഭംഗിയോടുകൂടി നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഒരിക്കൽ കൂടെ നന്ദി. അന്നേരം നമ്മുടെ വീഡിയോ ഇനിയും കാണണം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം. അന്നേരം ദേവിക്ക് ഒരു ഹായ് കൊടുക്കണം കേട്ടോ. ഒരു ഹായ് കൊടുത്തേ ദേവിക്ക്. ഞാൻ നോക്കട്ടെ. ഇനി വന്നേ. ഒരു ഹായ് കൊടുത്തേ ദേവിക്ക്. ഒരു ഹായ് കൊടുത്തേ. ബൈ ബൈ. ഒരു ഉമ്മ കൊടു. സബ്സ്ക്രൈബേഴ്സിന് ഒരു ഉമ്മയും കൂടെ കൊടു.